Welcome back to my channel. Don't learn English, live it. Today we are going to continue reading the story of the from where we stopped in the last session. Do you know where we stopped in the last class? I think it was in paragraph 6. Paragraph 6 ലാണ് നമ്മൾ നിർത്തിയത്. So let's begin from paragraph 7. മനസ്സിലായോ? നമ്മൾ എവിടെയാണ് ഈ കുട്ടിയെയും അച്ഛനെയും വിട്ടുപോകുന്നത് കഥയിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ വി ലെഫ്റ്റ് ദം അറ്റ് ദി ഗേറ്റ് ഓഫ് സ്കൂൾ. ഓർമ്മയുണ്ടാവുമല്ലോ, ഗേറ്റിൽ വിട്ടുപോയി. കുട്ടിയോട് അച്ഛൻ പറഞ്ഞു, ദി ഫാദർ വാണ്ടഡ് ഹിസ് സൺ ടു ഗോ ഇൻ ഓൺ ഹിസ് ഓൺ, അല്ലേ, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാൻ പറഞ്ഞു. ബട്ട് ദി ബോയ് hesitated to go, hesitated to move. That means he was unwilling to go in alone. ഒറ്റയ്ക്ക് അവൻ പോകാൻ നോക്കൂ വിസമ്മതിച്ചു അച്ഛൻ. ഹി ഗേവ് ഹിം എ നഡ്ജ്, ഒന്ന് തള്ളി അകത്തേക്ക് വിടുന്നത് പോലെ നമുക്ക് തോന്നി. സോ പാരഗ്രാഫ് 7 ആണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, നല്ല ലിസണേഴ്സ് കൂടിയാവും. I took a few steps, then stopped and looked, but saw nothing. Then the face of boys and girls came into view. I did not know a single one of them. None of them knew me. I felt I was a stranger who had lost his way. But glances of curiosity were directed toward me, and the boy approached and asked, "Who brought you?" കഥ പുരോഗമിക്കുകയാണ്, മുന്നോട്ട് പോകാം. I took a few steps. വളരെ സിമ്പിളാണ് അല്ലേ? That means he walked forward. He took a few steps. ഇതൊന്നും പറയാനില്ലല്ലോ. Then stopped and looked. Then he stopped there. Halted there. അവിടെ നിന്ന് and looked. ഇങ്ങനെ നോക്കി അല്ലേ? But saw nothing. He could see nothing. That means he could not see anything. Then the faces of boys and girls came into view. Came into view. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. Came into sight. So what came into sight? Answer ചെയ്ത്. The faces of boys and girls came into sight. That means he could see so many boys and girls in the school yard. അല്ലേ? ആ സ്കൂളിൻ്റെ ഫ്രണ്ട് യാർഡിൽ ഒരുപാട് കുട്ടികൾ നിൽപ്പുണ്ട്. അതവൻ കണ്ടു. ഐ ഡിഡ് നോട്ട് നോ എ സിംഗിൾ വൺ ഓഫ് ദം. അവൻ്റെ ഒരു സെൻസ് ഓഫ് ഐസൊലേഷനാണ് അല്ലേ? ഒരാൾക്കൂട്ടത്തിൽ തന്നെ അവൻ ഒറ്റയ്ക്കാണെന്ന് അവന് തോന്നിപ്പോകുന്നു. അച്ഛൻ കൂടി കൈവിട്ടു അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഐ ഫെൽറ്റ് ഐ വാസ് എ സ്ട്രേഞ്ചർ. ഇങ്ങനെയൊന്നും മാറ്റി പറയാം. ഐ ഫെൽറ്റ് ആസ് ഇഫ് ഐ വെർ എ സ്ട്രേഞ്ചർ. ഞാനൊരു സ്ട്രേഞ്ചർ ആണെന്നത് പോലെ എനിക്ക് തോന്നി അല്ലേ? നോക്കൂ, സേ ലൈക്ക് എ സ്ട്രേഞ്ചർ who had lost his way. അല്ലേ? വളരെ മനോഹരമായൊരു എന്താ പറയുക, ഒരു 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 സിമിലിയാണത്. അവൻ ആരോട് ഉപമിക്കുകയാണ്? വഴി നഷ്ടപ്പെട്ട, അങ്ങോട്ട് പോകണമെന്ന് അറിയില്ല അല്ലേ? എ പേഴ്സൺ, എ ട്രാവലർ ഡസൻറ്റ് നോ where to go, how to continue his journey. അല്ലേ? നോക്കൂ, അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരാളിനെ പോലെ എനിക്ക് തോന്നി. അപ്പോൾ വഴി ഏതാണെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരു വഴിയാത്രക്കാരനെ പോലെ അവന് തോന്നി. നോക്കൂ, who had lost his way. നോക്കൂ, ഇതിൻ്റെ ടെൻസും സെൻറ്റൻസുകളുടെ സ്ട്രക്ചറും ഒക്കെ അറിയാൻ നോക്കൂ, ഞങ്ങളുടെ ഗ്രാമർ ക്ലാസ്സുകൾ നിങ്ങളെ സഹായിക്കും, അത് കാണാം. ബട്ട് ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി. ഗ്ലാൻസസ് മീൻസ് എന്താണ്? ഗ്ലാൻസ് ലുക്സ് ആണ്. ലുക്സ്, ഗ്ലാൻസസ്, ലുക്സ്. നോക്കൂ, ഓഫ് ക്യൂരിയോസിറ്റി. ദാറ്റ് മീൻസ് ക്യൂരിയസ് ലുക്സ് അല്ലേ? ആരെയും വളരെ ക്യൂരിയസ് ആയിട്ട് നോക്കിയെന്ന് അർത്ഥം അല്ലേ? ദ ക്യൂരിയോസിറ്റി എന്നുള്ള വാക്ക് അറിയാനുള്ള ആഗ്രഹം എന്ന് പറയും അല്ലേ? ഈഗർനെസ് ടു നോ, ഈഗർനെസ് ടു അണ്ടർസ്റ്റാൻഡ് സംതിങ് അല്ലേ? ഓർ ഈഗർനെസ് ടു നോ മോർ അബൌട്ട് സംതിങ്. അതൊക്കെയാണ് നമുക്ക് ഇവിടെ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. വേർ ഡയറക്റ്റഡ് ടുവർഡ് മീ. അപ്പം ഞാൻ ആരാണെന്ന് അറിയാനുള്ള ആഗ്രഹം അല്ലേ കൊണ്ടാണ് അവർ എന്നെ തന്നെ നോക്കിയത്. മനസ്സിലല്ലോ? സോ ഓൾ ദി ബോയ്സ് ആൻഡ് ഗേൾസ് ലുക്ക്ഡ് അറ്റ് ഹിം അല്ലേ? അയാൾ നോക്കി. അതും എങ്ങനെ? വളരെ ജിജ്ഞാസയോടെ ഇവൻ ആരാണ് അല്ലേ? ക്യൂരിയോസിറ്റി. ഗ്ലാൻസസ് ഓഫ് ക്യൂരിയോസിറ്റി അല്ലേ? മനസ്സിലായല്ലോ? ലുക്സ് ഓഫ് ക്യൂരിയോസിറ്റി. ദാറ്റ് മീൻസ് ദേ വാണ്ടഡ് ടു നോ ഹു ഹി വാസ്, വാട്ട് ഹിസ് നെയിം വാസ്, വേർ ഹി കെയിം ഫ്രം അല്ലേ? ഇതൊക്കെ അറിയാം. നോക്കൂ, ഡിറക്റ്റഡ്, ആ വാക്ക് മനസ്സിലായല്ലോ? ലുക്സ് എല്ലാം എന്നിലേക്ക്. ദാറ്റ് മീൻസ് ദേ ലുക്ക്ഡ് ഇൻ മൈ, ഓൾ ഓഫ് ദം ലുക്ക്ഡ് ഇൻ മൈ ഡിറക്ഷൻ. എൻ്റെ ഡിറക്ഷനിലേക്ക്, എൻ്റെ ദിശയിലേക്ക് അവരെല്ലാം നോക്കി. നോക്കൂ, ആൻഡ് എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ്. ദെൻ എ ബോയ് അപ്രോച്ച്ഡ് ആൻഡ് ആസ്ക്ഡ് മീ. എന്നോട് ചോദിച്ചു, ഹു ബ്രോട്ട് യു ഹിയർ? ആരെ താങ്കൾ ഇവിടെ കൊണ്ടുവന്നത്? നമുക്ക് അതൊന്ന് റിപ്പോർട്ട് ചെയ്ത് പറയൂ. എ ബോയ് അപ്രോച്ച്ഡ് ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം ഹു ഹാഡ് ബ്രോട്ട് ഹിം അല്ലേ? ഇത്രയേ ഉള്ളൂ ഇതിൽ. എന്താ കാണാതെ പഠിക്കാൻ? നോക്കൂ, ഒരു കുട്ടി വന്ന് അവനോട് ചോദിച്ചു. അവനറിയില്ല, അവനെ കുട്ടിയെയും അറിയില്ല. പിന്നെ ആരെ കൊണ്ടുവന്നത്? ഇത്രയേ ഉള്ളൂ. ഹു ഹാഡ് ബ്രോട്ട് ഹിം. നോക്കൂ മറുപടി.
മൈ ഫാദർ ഐ വിസ്പേർഡ്. വിസ്പർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം സ്പീക്ക് ക്വയറ്റ്ലി. ക്വയറ്റ്ലി, വളരെ ശാന്തമായിട്ട്, വളരെ താഴ്ന്ന സ്വരത്തിൽ പറയാം. മേമർ എന്നൊരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മേമർ, MUR. നമുക്ക് അതേ അർത്ഥമേ അതിനുള്ളൂ. ഞാൻ വളരെ സ്വരം താഴ്ത്തി പറഞ്ഞു. ഭയമുണ്ട്, പേടിയുണ്ട്, അല്ലേ? എല്ലാ വികാരങ്ങളും ഉണ്ട് അവന്, അല്ലേ? ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി, അല്ലേ? മൈ ഫാദർ ഈസ് ഡെഡ്, ഹി സെഡ് ക്വൈറ്റ് സിംപ്ലി. കുട്ടിയുടെ മറുപടി നോക്കൂ. കുട്ടി അതിനോട് പ്രതികരിച്ചത് മറുപടിയായിട്ടല്ല, അല്ലേ? എന്നെ എൻ്റെ അച്ഛൻ കൊണ്ടുവന്നു എന്ന് കേട്ടപ്പോൾ കുട്ടി പറഞ്ഞത് മൈ ഫാദർ ഈസ് ഡെഡ്. എത്ര നോക്കൂ, 2-4 വാക്കുകളേ ഉള്ളൂ, അല്ലേ? പക്ഷെ അത് വളരെ പിയേഴ്സിംഗ് ആണ്. നമ്മുടെ മനസ്സിലേക്ക് തിളച്ചു കയറുന്ന 4 വാക്കുകളാണ്. ആൻഡ് ഹി എങ്ങനെയാണ് അത് പറഞ്ഞത്? ക്വൈറ്റ് സിംപ്ലി, ക്വൈറ്റ് സിംപ്ലി, അല്ലേ? ആണല്ലോ. നോക്കൂ, QUITE ആണ്. അപ്പോൾ എങ്ങനെയാണ് വെച്ചിരിക്കേണ്ടത്? ഇറ്റ് ഈസ് ക്വൈറ്റ്. QUIET ആണെങ്കിൽ നേരത്തെ ഞാൻ ക്വയറ്റ്ലി എന്ന് പറഞ്ഞു. സ്പീക്ക് ക്വയറ്റ്ലി. നോക്കൂ, അതിൻ്റെ സ്പെല്ലിംഗ് QUIETLY ആണ്. അത് ക്വയറ്റ്ലി, ക്വയറ്റ്ലി. ഇത് ക്വയറ്റ്ലി. നോക്കൂ, സേ ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ, അല്ലേ? നമുക്കത് തീർച്ചയായിട്ടും വളരെ സങ്കടത്തിൽ നിന്നാണ് പറഞ്ഞത്. പ്ലെയിൻ ആയിട്ടാണ് പറഞ്ഞത്. പ്ലെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഹി ജസ്റ്റ് സെഡ് ഇറ്റ് വിതൗട്ട് എക്സ്പ്രസിങ് എനി ഇമോഷൻസ്, അല്ലേ? ഒരു ഇമോഷനും ഇല്ലാതെ, നമുക്ക് വളരെ ഒരു വികാരവും ഇല്ലാതെ വളരെ സിമ്പിളാണ്, പ്ലെയിൻ ആയിട്ടാണ്, അല്ലേ? അവനത് പറഞ്ഞത് വളരെ പ്ലെയിൻ. അപ്പോൾ സിംപ്ലി, പ്ലെയിൻലി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? ജസ്റ്റ് സെഡ് ഇറ്റ് എന്ന് പറഞ്ഞാലും ശരിയാണ്. ഐ ഡിഡ് നോട്ട് നോ വാട്ട് ടു സേ ഉണ്ടല്ലോ, എനിക്കതിനോട് ഐ ഡിഡ് നോട്ട് നോ ഹൗ ടു റെസ്പോണ്ട് ടു ദിസ് സ്റ്റേറ്റ്മെന്റ്, അല്ലേ? അവൻ്റെ ഈ സ്റ്റേറ്റ്മെന്റിനോട് എങ്ങനെ പ്രതികരിക്കുക? ദി ഗേറ്റ് വാസ് ക്ലോസ്ഡ്. പെട്ടെന്ന് ഒരു സംഭവങ്ങൾ നടക്കുകയാണ്, അല്ലേ? ഗേറ്റ് വാസ് ക്ലോസ്ഡ്. ദ പാസീവ് വോയിസ് എന്നറിയാലോ. സംബഡി came and closed the gate. നോക്കൂ, letting out a pitiable screech. സ്ക്രീച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അൺപ്ലസന്റ് ആയ, അല്ലേ? നോക്കൂ, ക്രൈയിങ് സൗണ്ട് പോലെ നോക്കൂ, അല്ലേ? സ്ക്രീമിങ് പോലെ, ഒരു വിളി പോലെ. അൺപ്ലസന്റ് ആണ്, കേൾക്കാൻ നമുക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ ഗേറ്റ് ഹിഞ്ചസിലാണ് അത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഹിഞ്ചസ് അറിയാലോ. നോക്കൂ, അതിൻ്റെ മേലെ ഇങ്ങനെ കറങ്ങുമ്പോൾ വെൻ മെറ്റൽ റബ്സ് ഓൺ മെറ്റൽ, ഓയിലൊന്നും അതിന് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് നോട്ട് വെൽ ഓയിൽഡ്, അല്ലേ? നോക്കൂ, അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ഇറ്റ് വിൽ സ്ക്രീച്ച്. ഇറ്റ് വിൽ ഗിവ് ഔട്ട് ദി സ്ക്രീച്ചിങ്. ഇവിടെ അത് തന്നെയാണ് നടന്നത്, അല്ലേ? ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയപ്പോൾ ഗേറ്റ് ഇങ്ങനെ ഇടയ്ക്കാനായിട്ട് കൊണ്ടുപോയപ്പോൾ അത് സ്ക്രീച്ച് ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ വാഹനങ്ങൾ നല്ല സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന്, അല്ലേ, നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ഇതുപോലെ സ്ക്രീച്ചിങ്. അപ്പോൾ നമ്മൾ പറയും, എ കാർ സ്ക്രീച്ച്ഡ് ടു ബി ഹോൾട്ട്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് നിർത്തും. നോക്കൂ, അപ്പോഴുണ്ടാകുന്ന ശബ്ദം. അപ്പോൾ അതുപോലൊരു ശബ്ദം ഇവിടെ ഉണ്ടായി. നോക്കൂ, സം ഓഫ് ദി ചിൽഡ്രൻ ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ഇത് നോക്കൂ, കഥ കൂടെ അടിച്ചപ്പോൾ പുറത്തുള്ള ലോകത്തിൽ നിന്ന് അവർ പൂർണ്ണമായും ഐസൊലേറ്റ് ചെയ്യപ്പെട്ട് തോന്നലായിരിക്കും കുട്ടികൾക്കുണ്ടായത്. എല്ലാവരും കൂടി നിലവിളിച്ചു എന്ന് പറയാം. മനസ്സിലായില്ല? ഗേറ്റ് അടച്ചതാണ് പ്രധാനപ്പെട്ട കാരണം, അല്ലേ? അപ്പോൾ ദേ ആർ ആക്ച്വലി ഡിസ്കണക്റ്റഡ് ഫ്രം ദി ഔട്ട്സൈഡ് വേൾഡ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവും, അല്ലേ? ആ സെൻസ് ഓഫ് ഐസൊലേഷനാണ് മെയ്ഡ് ഹിം എന്താ അവർ ചെയ്തതെന്ന് പറയും? മെയ്ഡ് ഹിം ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്. ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ് മീൻസ് ബേസ്റ്റ് ഇൻ ടു ടിയേഴ്സ്, ബ്രേക്ക് ഡൗൺ ഇൻ ടു ടിയേഴ്സ്. മനസ്സിലല്ലോ? ബ്രേക്ക് ഡൗൺ ഇൻ ടു ടിയേഴ്സ്, പൊട്ടിക്കറിഞ്ഞു എന്നുള്ള മീനിങ്. ദി ബെൽ റാങ്, LED came along, then a bell rang. നമുക്ക് പെട്ടെന്ന് പോകുന്ന പോലെ നോക്കുന്നു. ഇപ്പോൾ ദി ബെൽ റാങ്, ആ സമയത്തിൻ്റെ വളരെ വേഗത്തിലുള്ള മുന്നോട്ട് പോകുക. ദി പാസേജ് ഓഫ് ടൈം, അല്ലേ? അതെങ്ങനെയാണ്? വെരി ഫാസ്റ്റ്, അല്ലേ? ഒരു ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് ടൈം ഈ നറേഷനിൽ തന്നെ ഉണ്ട്. നോക്കൂ, LED came along. അപ്പോൾ ബെൽ റിങ് ചെയ്തു. റിങ്, റാങ്, റങ് അറിയാം. ടു റിങ്, റിങ്, റിങ്സ്, റാങ്, റങ്, റിങ്ങിങ്. ഇങ്ങനെ 5 രൂപങ്ങൾ പഠിക്കാം. മനസ്സിലായല്ലോ? ഗ്രാമർ ക്ലാസ്സിൽ അതൊക്കെ ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. LED came along മീൻസ് appeared, പ്രത്യക്ഷപ്പെട്ടു. മനസ്സിലല്ലേ? പെട്ടെന്ന് ഒരാൾ വന്നു. നോക്കൂ, ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. ഷി വാസ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് മെൻ. കുറച്ച് ആൾക്കാർ കൂടി, കുറച്ച് മെന്നാണ് അവരുടെ പിന്നാലെ വരുന്നുണ്ട്. അപ്പം മിക്കവാറും, അല്ലേ, ആരായിരിക്കും? ആ സ്കൂളിൻ്റെ ഹെഡ് മിസ്ട്രസോ പ്രിൻസിപ്പലോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട്. The men began sorting us into ranks. ഇവിടെ റാങ്ക്സിന് നോക്കൂ, അവിടെ ഗ്രേഡ്സ് എന്നുള്ള മീനിങ് റാങ്ക്സിന് കൊടുക്കാം. പക്ഷെ ഇവിടെ ലൈനിൽ നിർത്താൻ ആണ് ഇവർ വന്നത്, അല്ലേ? ദേ സോർട്ടഡ് ദം. സോർട്ട് ചെയ്യുക, അറേഞ്ച് ചെയ്യുക. മനസ്സിലല്ലേ? പുട്ടിന് ഓർഡറാണ്, അറേഞ്ച് ചെയ്യുക എന്നുള്ള അർത്ഥം നിങ്ങൾ കൊടുത്താൽ മതി. മനസ്സിലായല്ലോ? ആൻഡ് they were actually made to stand in lines, അല്ലേ? ലൈനിൽ നിൽക്കാനായിട്ട്, വരിയായിട്ട് നിർത്താനായിട്ട്
അവർ ശ്രമിച്ചു, അങ്ങനെ നിർത്തി എന്നൊക്കെയാണ്. അപ്പോൾ അവിടെ റാങ്ക് ലൈൻസ് എന്നുള്ള അർത്ഥം കൊടുക്കുക, വരികളായി നടത്തി. അടുത്ത, ദിസ് ഈസ് യുവർ ന്യൂ ഹോം. നെക്സ്റ്റ് പാരഗ്രാഫ്, said the woman. Here too there are mothers and fathers. Here there is everything that is enjoyable and beneficial to knowledge in life. Dry your tears and face life joyfully, won't you? നോക്കൂ, സ്ത്രീയിൽ നിന്നുണ്ടായ പ്രിൻസിപ്പലോ അല്ലെങ്കിൽ മിസ്റ്റേഴ്സോ ആയിക്കോട്ടെ, അവരിൽ നിന്ന് വന്ന വാക്കുകളാണ്. നോക്കൂ എന്തൊക്കെയാണ്. ദിസ് ഈസ് യുവർ ന്യൂ ഹോം. പർപ്പസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ജസ്റ്റ് ടു കൺസോൾ ദം ഓർ ജസ്റ്റ് ടു മേക്ക് ദം മോർ കോൺഫിഡൻസ്, അല്ലേ? അവരെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കുകയാണ് അവർ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. എന്താ പറയുക, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കാം. സ്കൂളിലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് കുട്ടികളെ ബോധ്യപ്പെടുത്താനും, അല്ലേ, അവരെ ഒന്ന് പാസിഫൈ ചെയ്യാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങളും. ദിസ് ഈസ് യുവർ ന്യൂ ഹോം. കണ്ടോ, ദിസ് ഈസ് യുവർ സെക്കൻഡ് ഹോം. ഇത് നിങ്ങളുടെ രണ്ടാം വീടാണ്. വീടെന്ന് പറയുമ്പോൾ തന്നെ സമാധാനമാണ്, അല്ലേ? ഇത് നിങ്ങളുടെ രണ്ടാം വീടാണ്. സിദ്ധിയുമാണ്. ഹിയർ ടു ദെയർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ്. ഇവിടുത്തെ ടീച്ചേഴ്സും, അല്ലേ, ഒക്കെ നിങ്ങളുടെ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് തന്നെയാണ്. മനസ്സിലല്ലോ. നോക്കൂ, ഫാദേഴ്സ് ആൻഡ് ലൈക്ക് യുവർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നോക്കൂ, ഹിയർ ടു ദെയർ ആർ മദേഴ്സ് ആൻഡ് ഫാദേഴ്സ് എന്നേ പറഞ്ഞിട്ടുള്ളൂ, അല്ലേ? നോക്കൂ, അടുത്തത് ഒരു കമ്പാരിസൺ തന്നെയാണത്. ഹിയർ ദർ ഈസ് എവറിഥിങ് ദർ ഈസ് എൻജോയബിൾ. കേട്ടോ, നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? നിങ്ങൾക്കിവിടെ നമുക്ക് ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് കിട്ടും, ഒരുപാട് വിനോദങ്ങൾ കിട്ടും, നിങ്ങൾക്ക് ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള അവസരമുണ്ട്. യു ക്യാൻ എൻജോയ് എ ലോട്ട് ആൻഡ് ബെനിഫിഷ്യൽ ടു നോളജ്, അല്ലേ? നോക്കൂ, ദിസ് ഈസ് എ പ്ലേസ് ഓഫ് നോളജ്, യു നോ, ആൻഡ് യു വിൽ ബിക്കം ആരായിത്തീരും? നോളജബിൾ പേഴ്സൺസ്, അല്ലേ? പേഴ്സൺസ് ഹാവിങ് നോളജ്. നോളജൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടുന്നു, നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാകുന്നു, അല്ലേ? അതിനൊക്കെയാണ് നോളജബിൾ പേഴ്സൺ ആവുക എന്ന് പറയും. നല്ല അറിവുള്ള ഒരാളാണ്, അല്ലേ? ഒരു വെൽ ഇൻഫോംഡ് പേഴ്സൺ ആവുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നോളജ് ആൻഡ് ലൈഫ്. ഇപ്പോൾ ലൈഫിനെ പറ്റി വി ക്യാൻ ലേൺ അബൌട്ട് ലൈഫ്, അല്ലേ? ജീവിതത്തിനെ പറ്റി. അപ്പോൾ ആർട്ട് ഓഫ് ലിവിങ് കൂടി ഇവിടെ വരുന്നുണ്ട്, അല്ലേ? പുസ്തകം പഠിക്കൽ മാത്രമല്ല, അല്ലെങ്കിൽ കുറേ ഇൻഫർമേഷൻ മനസ്സിൽ നിറയ്ക്കുകയല്ല, അല്ലേ? ക്രാം ചെയ്യലല്ല. മനസ്സിലായല്ലോ. നോക്കൂ, തലച്ചോറിലേക്ക് അത് ഇടിച്ച് കയറ്റുകയല്ല, പകരം ജീവിതത്തെ പറ്റി പഠിക്കലുണ്ട്. അതുപോലെ തന്നെ നോക്കൂ, നോളജ്, അല്ലേ, നമുക്ക് സമ്പാദിക്കാം. ഇഷ്ടംപോലെ എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ സ്കൂൾ അവർ ഈ കുട്ടി വിചാരിച്ചതുപോലെ അല്ല എന്ന് മനസ്സിലായല്ലോ. ഡ്രൈവ് യുവർ ടിയേഴ്സ്. ഒരു കുട്ടികളോട് പറഞ്ഞു, ഡ്രൈവ് യുവർ ടിയേഴ്സ്. ദാറ്റ് മീൻസ് വൈപ്പ് യുവർ ഐസ്. കണ്ണൊക്കെ തുടച്ചുകള, അല്ലേ? ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. മനസ്സിലായല്ലോ. നോക്കൂ, ജീവിതത്തെ സന്തോഷത്തോടെ നേരിടുക, അല്ലേ? ഫേസ് ലൈഫ് പോസിറ്റീവ്ലി, അല്ലേ? പോസിറ്റീവായിട്ട് ജീവിതത്തെ നോക്കൂ, കാണുക. ഡ്രൈ യുവർ ടിയേഴ്സ് ആൻഡ് ഫേസ് ലൈഫ് ജോയ്ഫുള്ളി. വോണ്ട് യു സേ ക്വസ്റ്റ്യൻ ടാഗ്, യു നോ, അല്ലേ? നമുക്കത് മറുപടിക്ക് വേണ്ടി പറയുന്നതല്ല, ഇല്ലേ? നിങ്ങൾ അങ്ങനെ ചെയ്യില്ലേ? സോ പാരഗ്രാഫ് 10. We submitted to the facts, and this submission brought a sort of contentment. Living beings are drawn to other living beings, and from the first moment my heart made friends with such boys as were to be my friends, and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis. അല്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. വി സബ്മിറ്റ് ടു ദി ഫാക്ട്സ്. സബ്മിറ്റ് ചെയ്യുക അർത്ഥം എന്താണ്? SUBMIT, സബ്മിറ്റ്. SUBMIT. ഇപ്പം നിങ്ങൾക്ക് അസൈൻമെൻറ്റുകൾ സബ്മിറ്റ് ചെയ്യുക എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല അർത്ഥം. ഇവിടെ സബ്മിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം സറണ്ടർ ചെയ്യുക. SURRENDER, അല്ലെങ്കിൽ yield, YIELD, അല്ലേ? കീഴടങ്ങുക. കീഴടങ്ങുക എന്ന് പറയുന്ന അർത്ഥം എന്താ? നോക്കൂ, നിങ്ങൾ ഇങ്ങനെ ഒരു ചൊല്ലി ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ യാഥാർത്ഥ്യത്തെ എപ്പോഴും അംഗീകരിക്കുന്നു, അപ്പോഴും മുതൽ നിങ്ങൾക്ക് പീസ്, സമാധാനം കിട്ടുമെന്ന്, അല്ലേ? പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുതാറാണ് പതിവ് നമ്മളല്ലേ. അപ്പോൾ ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല. നോക്കൂ, വി സബ്മിറ്റ് ടു ദി ഫാക്ട്സ്. ഇതൊക്കെ റിയാലിറ്റീസ് ആണ്, ഫാക്ട്സ് ആണ്, അല്ലേ? ജീവിതത്തിൽ പെട്ടെന്ന് നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഇതാണോ ജീവിതം എന്ന് നമുക്ക് തോന്നും, അല്ലേ? അതുമായിട്ട് പൊരുത്തപ്പെടാൻ നമുക്ക്, അത് പുതിയ കാര്യങ്ങളുമായിട്ട് ഡേറ്റ് ചെയ്യാൻ നമുക്ക് വളരെ വിഷമം തോന്നും. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താ? ഞങ്ങൾ സത്യങ്ങളുടെ മുന്നിൽ സത്യങ്ങൾ അംഗീകരിച്ചുണ്ട്. മനസ്സിലായില്ലേ? നോക്കൂ, വി ലേൺ ടു accept the facts. അവിടെ നമ്മൾ ഫാക്ട്സുകളോട് യുദ്ധം പ്രഖ്യാപിക്കല്ല, അല്ലേ? വി ഡു നോട്ട് ആക്ച്വലി വേജ് എ വാർ ഓൺ ഫാക്ട്സ്. മനസ്സിലല്ലോ? ഡിക്ലെയർ എ വാർ ഓൺ ഫാക്ട്സ്. സത്യങ്ങളോട് ഒരു യുദ്ധം പ്രഖ്യാപിക്കുകയല്ല, പിന്നെ ആളിന് സമാധാനം കിട്ടുകയില്ല. ഇവിടെ നോക്കൂ. ആൻഡ് ദിസ് സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെന്റ്മെന്റ്. അത് തന്നെയാണ് ഇവിടെയും ആശയം.
ആൻഡ് ദിസ് സബ്മിഷൻ ദറ്റ് മീൻസ് ദിസ് ഈൽഡിങ് ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനോടും കീഴടങ്ങലല്ല, നോക്കൂ, ജീവിത സത്യങ്ങളോട്, റിയാലിറ്റീസിനോട്, അല്ലേ? നമുക്കത് നമ്മുടെ അധീനതയിലല്ല, നമുക്കത് മാറ്റാൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും. അങ്ങനെ ബോധ്യപ്പെടുമ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. നോക്കൂ, കണ്ടെന്റ്മെന്റ് എന്ന വാക്കിന്റെ അർത്ഥം സാറ്റിസ്ഫാക്ഷൻ ആണ്. കണ്ടന്റ് എന്നുള്ള വാക്കിന് നോക്കി, ഈ പുസ്തകത്തിലെ കണ്ടന്റ് എന്ന് പറയുന്നതിന്റെ ഉള്ളടക്കം, അല്ലേ? ഇപ്പൊ ഞാൻ പറയാണ്, നോക്കൂ, ഹി കണ്ടന്റഡ് ഹിംസെൽഫ് ഡ്രിങ്കിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഒരു ഗ്ലാസ്സിലെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് അയാൾ സ്വയം കണ്ടന്റഡായി, മീൻസ് സ്വയം തൃപ്തനായി, അല്ലേ? ഐ എം എ കണ്ടന്റഡ് മാൻ, ഞാൻ തൃപ്തനായ ഒരാളാണ്, എഡ്ജക്റ്റീവ് ആണത്. അപ്പോൾ കണ്ടന്റ് എന്നുള്ള വാക്കിന് വ്യത്യസ്തങ്ങളായ മീനിങ് ഉണ്ട്. ഇവിടെ കണ്ടന്റ്മെന്റ് മീൻസ് സാറ്റിസ്ഫാക്ഷൻ, തൃപ്തി, മനസ്സിലായല്ലോ? സോർട്ട് ഓഫ് മീൻസ് കൈൻഡ് ഓഫ്. അപ്പോൾ സബ്മിഷൻ ടു ഫാക്ട്സ് ആണ്. സബ്മിഷൻ ടു ദി ഫാക്ട്സ് ബ്രോട്ട് എന്തുകൊണ്ടുവന്നു? സോർട്ട് ഓഫ് കണ്ടെന്റ്മെന്റ് ആൻഡ് പീസ്, അല്ലെ? ഒരു തൃപ്തിയും സമാധാനവും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാകാം. ഇതാണ് ജീവിതം, ഇത് ചെയ്തേ പറ്റൂ, നമ്മൾ ഇതിനെ ഫേസ് ചെയ്തേ പറ്റൂ, അല്ലെ എന്ന് പറയുന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. അത് ശരിയാണ്. ഡ്രോൺ ടു മീൻസ് അട്രാക്റ്റഡ് ടു, അല്ലെ? അപ്പോൾ സാധാരണ ഹ്യൂമൻ ബീയിങ്സ് മറ്റ് ഹ്യൂമൻ ബീയിങ്സിനോട് അട്രാക്റ്റഡ് ആകാറുണ്ട്, അല്ലെ? ഇഷ്ടം തോന്നാറുണ്ട്, ആകർഷിക്കപ്പെടാറുണ്ട് പരസ്പരം. നോക്കൂ, ആൻഡ് ഫ്രം ദി ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത്. ഐ മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ഹിം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? മെയ്ഡ് ഫ്രണ്ട്സ് ഒരു പ്രയോഗമാണ്. നോക്കൂ, ഒരു ഇഡിമാറ്റിക് എക്സ്പ്രഷനാണ്. അതിന്റെ മീനിങ് ആരായി തരിക? വി ബിക്കെയിം ഫ്രണ്ട്സ് എന്നേ അർത്ഥമുള്ളൂ. ഞാൻ അയാളുമായി മേക്ക് ഫ്രണ്ട്സ് ചെയ്തു എന്ന് പറഞ്ഞാൽ അർത്ഥം വി ബിക്കെയിം ഫ്രണ്ട്സ്. നോക്കൂ, മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ്. നോക്കൂ, ഏത് കുട്ടികളുമായിട്ടാണ് ചങ്ങാത്തം ഉണ്ടായത്? ആസ് വെയർ ടു ബി മൈ ഫ്രണ്ട്സ്. ഈ ആസ് നിങ്ങൾ തിരിച്ചിരിക്കും. ആസ് അവിടെ ഒരു സബോർഡിനേറ്റർ ആണ്. ആസിന് പകരം ഹൂ ചേർത്ത് വായിക്കും സെന്റൻസ്. ഹൂ വെയർ ടു ബി മൈ ഫ്രണ്ട്സ്. അവിടെ ഒരു ഡെസ്റ്റിനി, വിധി, ഫെയ്റ്റിന്റെ ഒരു ചെറിയ, അല്ലെ, അംശം അവിടെ ഉണ്ട്. ആരോടൊക്കെയാണോ ഞാൻ സൗഹൃദം ഉണ്ടാക്കേണ്ടിയിരുന്നത്, ആരും നേരത്തെ, അല്ലെങ്കിൽ ഇവിടെ ഒരു ഹയർ അതോറിറ്റി അത് തീരുമാനിക്കുന്നത് പോലെയാണ്. അത് നമ്മുടെ റീച്ചിലല്ല, അതുകൊണ്ട് തന്നെ നമ്മളത് എക്സെപ്റ്റ് ചെയ്യുന്നു. അതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായല്ലോ? അപ്പോഴും നമുക്ക് സമാധാനം കിട്ടുന്നു. മനസ്സിലല്ലോ? അടുത്ത് നോക്കൂ, drawn to each other then, and from the first moment, that means from the very first moment, ആദ്യ നിമിഷം തന്നെ my heart made friends with, അല്ലെ? നോക്കൂ, എൻ്റെ ഹൃദയം ആരെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതാണ്. മൈ ഹാർട്ട് നേരിട്ട് എന്ന് പരിചയപ്പെടുകയല്ല, കണ്ടപ്പോൾ ഹൃദയത്തിൽ അവരോടെല്ലാം സ്നേഹവും ഒക്കെ ഉണ്ടായി എന്നേ അർത്ഥമുള്ളതിന്, അല്ലെ? ഹൃദയം എന്ന് പറയുന്ന ഒരു സിമ്പിളാണ് ഇവിടെ, അല്ലെ? അത് ഹൃദയം, ഹാർട്ടിനെ ഇവിടെ ഒരു മെറ്റഫർ എന്ന് തീർച്ചയായിട്ടും നമുക്ക് വിളിക്കാം. ഇറ്റ്സ് എ മെറ്റഫർ. മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ്. എങ്ങനെയുള്ള ബോയ്സ്? സച്ച് ആസ്. അവിടെ ആസ് എന്നുള്ളത് ഒരു കൺജങ്ഷനായി കണ്ട് അതിന് പകരം ഹൂ ചേർത്താൽ ആരോടൊക്കെയാണോ ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഒന്നുകൂടി ഞാൻ ആ വാചകം പറയാം. നോക്കൂ, ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്, ആൻഡ് ഫ്രം ദി ഫസ്റ്റ് മൊമെന്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് who were to be my friends, who were destined to be my friends. ഡെസ്റ്റിനി അവരെയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഡെസ്റ്റിനി മീൻസ് വിധിയാണ്, അല്ലേ? അപ്പോൾ ഒരു പ്രീ ഡിറ്റർമിൻഡ് ആണത്. നേരത്തെ കുട്ടി ഇതെല്ലാം തീരുമാനിക്കപ്പെടുന്നു എന്നൊരു ചെറിയൊരു ആശയം ഇവിടെ വരുന്നുണ്ട്. ടു ബി മൈ ഫ്രണ്ട്സ് ആൻഡ് ഫിൽ ഇൻ ലവ് വിത്ത്. fall in love with അറിയാം, ബി ഇൻ ലവ് വിത്ത് നേർത്തുള്ളൂ, പ്രണയത്തിലാവുക എന്നാണ്. നോക്കൂ, വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ്. അവിടെ ഹും ചേർക്കൂ. ഹും ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. ഞാൻ ഭാവിയിൽ ആരോടൊക്കെ, അല്ലെങ്കിൽ ആരോടാണോ പ്രണയത്തിലാകേണ്ടത് അവരുമായിട്ടും എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ടായി. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഏതാണ്ട് ആസ് ചേർത്തിട്ടുണ്ട്. ഒരിടത്ത് ഹൂ ചേർത്ത് വായിക്കുക, ഒരിടത്ത് ഹും ചേർത്ത് വായിക്കുക, അല്ലേ? നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. സോ ഹിസ് ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് ബോയ്സ് ആൻഡ് ഗേൾസ്. എല്ലാവരോടുമാണെന്ന് പറയുന്നില്ല. ഹു വെയർ ഡെസ്റ്റിൻ ടു ബി ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഹു വെയർ ഡെസ്റ്റിൻ ടു ബി ഹിസ് ലവേഴ്സ് എന്നാണ് എൻ്റെ അർത്ഥം. ഇത് ക്വസ്റ്റൻ ആൻസർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാം. Then it seemed to me my misgivings had no basis. നമുക്ക് മിസ്ഗിവിങ്സ് എന്ന് പറഞ്ഞാൽ ഡൗട്ട്സ് ആണ്. എന്തൊക്കെ ഡൗട്ട്സുമായിട്ടാണ് അവൻ സ്കൂളിലേക്ക് വന്നത്, അല്ലേ? സ്കൂൾ ഒരു പ്രിസൺ ആണ്, പ്ലേസ് ഓഫ് പണിഷ്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെ കേട്ടിട്ടാണ് അവൻ്റെ മനസ്സിൽ ഫുൾ ഓഫ് ആങ്സൈറ്റീസും ഫിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, നോക്കൂ, അവൻ വിചാരിച്ചിരുന്നതിൻ്റെ സ്കൂൾ ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഹി ഹാഡ് തോട്ട് ഓഫ് ഇറ്റ്, അല്ലേ? അതിനെപ്പറ്റി ചിന്തിച്ചതിൻ്റെ നേരെ വിപരീതമാണ് സ്കൂളിൽ നിന്ന് കണ്ടത്. അങ്ങനെയൊന്നും അല്ല സ്കൂൾ, അല്ലേ? ആൻഡ് ഫീൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ്.
മിസ്ഗിവിങ്സ്. അപ്പോൾ അവൻ്റെ മിസ്ഗിവിങ്സ് ഒക്കെ എന്തായി, അവൻ്റെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് മാറി കിട്ടി. മനസ്സിലായി? നോക്കൂ, ഇപ്പോൾ അവന് അല്ലേ ഒരു ചെറിയ കോൺഫിഡൻസ് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കൂ, ഫീൽ എന്ന് പറയുന്ന വാക്ക് പ്രസന്റ് കണ്ടിന്യൂസ് സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലും യൂസ് ചെയ്യാം. ഹി ഈസ് ഫീലിംഗ് എ ബിറ്റ് ഓർ ഹി ഈസ് ഫീലിംഗ് മോർ കോൺഫിഡൻറ്റ് നൗ അല്ലേ. നോക്കൂ, വരുമ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ഉണ്ട്. നോക്കൂ, ഹാഡ് നോ ബേസിസ് മീൻസ് ഫൗണ്ടേഷൻ. നമ്മൾ പറയില്ലേ, അതിന് അടിസ്ഥാനമൊന്നുമില്ല. അപ്പോൾ തൻ്റെ സംശയങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് അവന് ഇപ്പോഴാണ് മനസ്സിലായത് അല്ലേ. അപ്പോൾ ഹി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഹിസ് മിസ്ഗിവിങ്സ് ഓർ ഹിസ് ഡൗട്ട്സ് ആൻഡ് ഫിയേഴ്സ് വെർ ക്വൈറ്റ് ബേസ്ലെസ്. അടിസ്ഥാനമില്ലാത്തതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ക്വൈറ്റ് ഇറേഷണൽ, യുക്തിരഹിതമാണ്. ഒന്നും അറിയാതെയല്ലോ ഞാൻ ഇതിനെപ്പറ്റി ചിന്തിച്ചത് ഇങ്ങനെ എന്നൊക്കെ അവന് തോന്നി അല്ലേ. അപ്പോൾ ആ അർത്ഥത്തിൽ നിങ്ങൾ കൊടുത്താൽ മതി. നോക്കൂ, ഇതിനൊന്നും ഫൗണ്ടേഷൻ ഇല്ല അല്ലേ. സോ paragraph 11. I never imagined in school that this rich variety, you know, the quality of being different. Reward a lot of. This rich means a lot of, like reward. So variety of എന്തുണ്ട്. I had never imagined school would have this rich variety. That means he had never thought that school could offer him such variety of entertainments. മനസ്സിലായല്ലോ, ഇങ്ങനെ ഒരു വെറൈറ്റി ഓഫ് എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതേയില്ല. മനസ്സിലായല്ലോ. അപ്പോൾ സ്കൂൾ ഈസ് ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഓഫ് വാട്ട് ഹി ഹാഡ് തോട്ട് ഓഫ് ഇറ്റ്. അവൻ വിചാരിച്ചതിൻ്റെ നേരെ വിപരീതമാണ് സ്കൂൾ അല്ലേ. ഇവിടെ ഒരു റിച്ച് വെറൈറ്റി ഉണ്ട് സ്കൂളിൽ. വെറൈറ്റി ഓഫ് എന്തൊക്കെയായിരിക്കാം, കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലേ. അപ്പോൾ അതുള്ളത് കൊണ്ട് തന്നെ സ്കൂൾ എന്താണ്, നോക്കൂ, അവിടെ എൻ്റർടൈൻമെൻറ്റും ഉണ്ട്, നോക്കൂ, എന്നാൽ ലേണിങ്ങും നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ സ്കൂൾ കണ്ടവൻ അത്ഭുതപ്പെട്ടു. സോ ഹി വാസ് ആക്ച്വലി ഇൻ ഫോർ എ പ്ലെസന്റ് സർപ്രൈസ് അല്ലേ. സ്കൂൾ അത്രയേറെ അവന് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നോക്കൂ, വി പ്ലേഡ് ഓൾ സോർട്സ് ഓഫ് ഗെയിംസ്, ഓൾ കൈൻഡ്സ് ഓഫ് ഗെയിംസ്, എല്ലാത്തരം ഗെയിംസും. അപ്പോൾ മിക്ക ഗെയിംസും ആ സ്കൂളിൽ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ സ്വിങ്സ് ഉണ്ട്. സ്വിങ് എന്ന് പറയുന്നത് നോക്കൂ, കുട്ടികൾക്ക് ആടാനുള്ള അല്ലേ ഊഞ്ഞാലാണ്. അപ്പോൾ അതിനൊരു സീറ്റ് ഉണ്ടാവും. It has a seat. അതൊരു സീറ്റാണ്. ഇറ്റ് ഇസ് എ സീറ്റ് സസ്പെൻഡഡ് ബൈ 2 ropes അല്ലേ. 2 റോപ്പുകൾ അല്ലെങ്കിൽ 2 ചെയിൻസ് ഇങ്ങനെ തൂക്കിയിട്ടേക്കും അല്ലേ. സസ്പെൻഡഡ് ബൈ എന്ന് പറഞ്ഞ അർത്ഥം അല്ല. അതിൽ നിന്ന് ആടുന്നവർ അല്ലേ സ്വിം ചെയ്യുന്നു. ഭയങ്കര ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ദി വോൾട്ടിംഗ് ഹൗസ് നിങ്ങൾ കണ്ടിരിക്കും തീർച്ചയായിട്ടും. വോൾട്ടിംഗ് ഹൗസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീസ് ഓഫ് ജിംനാസ്റ്റിക് എക്യുപ്മെൻറ്റ്. ഒരു ജിംനാസ്റ്റിക് എക്യുപ്മെൻ്റ് ആണ്. എക്യുപ്മെൻ്റ് എന്നുള്ള വാക്കിന് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയാറില്ല, അതിന് പ്ലൂറൽ ഫോം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ പീസ് ഓഫ് ജിംനാസ്റ്റിക് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. വോൾട്ടിംഗ് ഹൗസ് ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇത് കാലാണ്. ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം, അതിൻ്റെ മേൽ ഇങ്ങനെ വെച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിരിക്കും. ഇത് കയറിയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും അല്ലേ. നോക്കൂ, അതൊരു പീസ് ഓഫ് ജിംനാസ്റ്റിക് എക്യുപ്മെൻ്റ് ആണ്. മനസ്സിലായി. അപ്പോൾ അത് കണ്ടു അല്ലേ. അതിൽ ഇവർക്ക് കളിക്കാം. അപ്പോൾ ദി കുഡ് പ്ലേ ഓൺ ദി സ്വിങ് ആൻഡ് ദെൻ ദി വോൾട്ടിംഗ് ഹോഴ്സ്. വോൾട്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കൂ, ഭൂമിയുടെ വോൾട്ടിഡ് റൂഫാണ് ആകാശം അല്ലേ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു മഴവില്ല് പോലെ ഇങ്ങനെ കാണുന്നു. മുകൾ ഭാഗം ഉയർന്ന് 2 സൈഡ് ഇങ്ങനെ സ്ലോ ചെയ്തിരിക്കും. അതിനെയാണ് വോൾട്ട് എന്ന് പറയുന്നത്. പോൾ വോൾട്ട് അറിയാൻ നമുക്ക് മുളയൂന്നിട്ട് പണ്ടൊക്കെ എങ്ങനെയായിരുന്നു, ഇപ്പോൾ സിന്തറ്റിക് ആയിട്ടുള്ള മുളയാണല്ലേ, ഊന്നിയിട്ട് പുറത്തുചാടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വോൾട്ടിംഗ് ഹൗസ് ഉണ്ട്. ബോൾ ഗെയിംസ് ഉണ്ട് അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോൾ ഗെയിംസ് ഉണ്ട് ഇവിടെ. ഇൻ ദി മ്യൂസിക് റൂം വി ചോണ്ടഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂം എന്ന് പറയുമ്പോൾ സ്കൂളിൽ മ്യൂസിക് പഠിപ്പിക്കുന്ന ഇടം, ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ടാവും അല്ലേ. ഇനി മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന സ്ഥലവും അല്ലേ, മ്യൂസിക് കേൾക്കുന്ന സ്ഥലവും എല്ലാം മ്യൂസിക് ഹാൾ തന്നെയാണ്. മനസ്സിലല്ലോ. അപ്പോൾ വീടുകളിലെല്ലാം ചില വീടുകളിൽ മ്യൂസിക് ഹാള്, എസ്പെഷ്യലി വെസ്റ്റേൺ കൺട്രീസിൽ ഇതിനോട് താല്പര്യമുള്ളവരുണ്ടാക്കി വെക്കാറുണ്ട്. അപ്പോൾ സ്കൂളിനൊരു മ്യൂസിക് ഹാൾ ഉണ്ട്. സ്കൂൾ ഹാഡ് എ മ്യൂസിക് ഹാൾ അല്ലേ. എന്നിട്ട് അവിടെ എന്ത് ചെയ്തു, ദേ ചോണ്ടിറ്റ് മീൻസ് ചോണ്ടിറ്റ് എന്ന് പറഞ്ഞ അർത്ഥം സാങ്, പാടി. ചോണ്ടയുക പാടുക അല്ലേ, ഉരുവിടുക എന്നൊക്കെ അർത്ഥമുണ്ട്. നോക്കൂ, ചോണ്ടിറ്റ് അവർ ഫസ്റ്റ് സോങ്. മനസ്സിലല്ലേ. അപ്പോൾ മ്യൂസിക് ഹാളിൽ വെച്ച് അവർ ആദ്യത്തെ പാട്ട് പാടി. നോക്കൂ, എന്ത് വേഗതയിലാണ് ഈ സെൻറ്റൻസുകൾ പറഞ്ഞു പോകുന്നത്. ഒരു ക്ലോക്ക് ഇങ്ങനെ അല്ലേ, സെക്കൻഡുകൾ സെക്കൻഡ്സ് മിനിറ്റ്സും ഒക്കെ ഇങ്ങനെ വളരെ വേഗത്തിൽ, ഒരു ഫാസ്റ്റ് ക്ലോക്കാണ് ഈ പാഠത്തിലുള്ളത് അല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോക്കല്ല. മനസ്സിലായല്ലോ. വളരെ പെട്ടെന്ന് സമയം ഇങ്ങനെ പോകുന്നൊരു ക്ലോക്കാണ്. അതുപോലെ തോന്നുന്നുണ്ട് ഈ വാചകങ്ങൾ. നോക്കൂ, ഓരോ വരിയും വായിക്കുമ്പോൾ ക്ലോക്ക് ഇങ്ങനെ പോകുന്നു. ഇൻ ദി മ്യൂസിക് റൂം വി ചോണ്ടഡ് അവർ ഫസ്റ്റ് സോങ്
വി ഓൾസോ ഹാഡ് അവർ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു ലാംഗ്വേജ്. നോക്കൂ, വീട്ടിലാണ് കുട്ടികൾ അടിസ്ഥാന ഭാഷ സ്വായത്തമാക്കുന്നത്, എക്വയർ ചെയ്യുന്നത് അല്ലേ? വീടിൻ്റെ എൻവയറൺമെൻറ്റിൽ നിന്നാണ്. കാരണം അവിടെ മലയാളമാണ് എങ്കിൽ മലയാളം റിച്ച് ആയ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് അല്ലേ, ദേ കൻ പിക്ക് ഇറ്റ് അപ്പ് വെരി ഈസിലി. ആരും അവരെ പഠിപ്പിക്കണ്ട. അപ്പോൾ ഇവരുടെ നാട്ടിലെ ഭാഷ വീട്ടിൽ തന്നെ സംസാരിക്കാൻ പഠിക്കുന്നു. പക്ഷേ നോക്കൂ, സ്കൂളിൽ പോകുന്നിടം തൊട്ട് വെൻ ദേ ഗോ ടു സ്കൂൾ നോക്കൂ, ദേ ലേൺ മോർ അബൌട്ട് ലാംഗ്വേജിനെ പറ്റി കൂടുതൽ പഠിക്കുക. ഇറ്റ്സ് ഡെപ്ത്, ഇറ്റ്സ് പവർ അല്ലേ, അതിൻ്റെ ആഴം, അതിൻ്റെ ശക്തി അല്ലേ. നോക്കൂ, പെർസ്വീഡ് ചെയ്യാനുള്ള, നമ്മളെ മാറ്റിമറിക്കാനുള്ള ഭാഷയുടെ ശക്തി അല്ലേ, ഇതെല്ലാം അവർ മനസ്സിലാക്കുന്നത് സ്കൂളിൽ പോകുമ്പോഴാണ് അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ഫോർമൽ ആയിട്ടുള്ള ലാംഗ്വേജ് ലേണിംഗ് ആരംഭിക്കുന്നത് സ്കൂളിലാണ്, മറ്റേത് ഇൻഫോർമലാണ് അല്ലേ. അപ്പോൾ ഫോർമൽ ലാംഗ്വേജ് ലേണിംഗ് മനസ്സിലായല്ലോ, അത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ടു ദം. അടുത്തത് വി സോ എ ഗ്ലോബ്. ഗ്ലോബ് നിങ്ങൾക്കറിയാം, ഒരു ബോളിൻ്റെ ആകൃതിയിലാണ് ഇരിക്കുന്നത് അല്ലേ. നോക്കൂ, അതിൽ എന്ത് നമുക്ക് കാണാം? ഓൺ ഇറ്റ്സ് സർഫേസ് വി ക്യാൻ സീ കൺട്രീസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് അല്ലേ. കോണ്ടിനെൻറ്റ്സും കൺട്രീസും എല്ലാം അതിൻ്റെ ചിത്രം നമുക്ക് വളരെ മനോഹരമായി കാണാം അല്ലേ. നോക്കൂ, അത് ഒരു ആക്സസിൽ ഇങ്ങനെ ടേൺ ചെയ്യുകയാണ്, അതുകൊണ്ട് ഒരിടത്തിരുന്നെല്ലാം കാണാം. മനസ്സിലായാലോ? അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗ്ലോബ് സർവ്വസാധാരണമാണ്, പണ്ട് സ്കൂളിൽ വെച്ചാണ് അത് ആകെ കാണുന്നത്, ഞങ്ങളുടെ കാലത്ത് പോയി. നോക്കൂ, അപ്പോൾ അത് കണ്ടു, ഗ്ലോബ് ഓഫ് ദി എർത്ത് കണ്ടു, വിച്ച് റിവോൾവ്. അത് റിവോൾവ് ചെയ്തത് ഇങ്ങനെ കറക്കാം, ഭൂമി കറങ്ങുന്ന പോലെ തന്നെ അല്ലേ, ഇങ്ങനെ കറക്കാം. നോക്കൂ, റിവോൾവ് മീൻസ് മൂവ് ഇൻ എ സർക്കിൾ, മനസ്സിലായില്ലേ, ഒരു സർക്കിളായിട്ട് മൂവ് ചെയ്യുക. നമുക്ക് റെവല്യൂഷൻ എന്ന വാക്കറിയാം, ഭൂമി സൂര്യനെ ചുറ്റാൻ ഒരു റെവല്യൂഷന് എത്ര സമയമെടുക്കും അല്ലേ, അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ റെവല്യൂഷൻ എന്നാണ്, ല്യൂഷൻ അല്ല, റെവല്യൂഷൻ. നോക്കൂ, ആൻഡ് ഷോഡ് ദി വേരിയസ് കോണ്ടിനെൻറ്റ്സ് ആൻഡ് കൺട്രീസ് അല്ലേ, സോ ദേ കുഡ് സീ ദി വേരിയസ് ഡിഫറെൻറ്റ് കൺട്രീസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് അല്ലേ, അത് അവർക്ക് കാണാൻ പറ്റി. വി സ്റ്റാർട്ടഡ് ലേണിംഗ് ദി നമ്പേഴ്സ് അല്ലേ. നോക്കൂ, arithmetic was introduced to them. They started learning the numbers. അപ്പോൾ ആദ്യമായിട്ട് ഒരു അല്ലേ നമ്പർ, ദറ്റ് മീൻസ് അരിത്മെറ്റിക് അല്ലേ, മാത്തമാറ്റിക്സ്, അത് പഠിച്ചു. നോക്കൂ, എ ഡെലിഷ്യസ് ഫുഡ്, നല്ല സ്വാദിഷ്ടമായ ആഹാരം കഴിച്ചു, ഡെലിഷ്യസ് ആയിട്ടുള്ള, വളരെ ടേസ്റ്റി ആയിട്ടുള്ള. നോക്കൂ, took a little nap, ആഹാരം കഴിച്ചിട്ട് ചെറിയ ഉറക്കം, ഒരു ഷോർട്ട് സ്ലീപ്പാണ് നാപ്പ് അല്ലേ. നോക്കൂ, ആൻഡ് woke up, ഞങ്ങൾ ഉണർന്നു, വേക്കപ്പിൻ്റെ പാസ്റ്റാണത്, woke up അല്ലേ. to go on with friendship, to continue with our friendship അല്ലേ. നോക്കൂ, ഫ്രണ്ട്സ് തങ്ങളിൽ വീണ്ടും അല്ലേ, നോക്കൂ, പലതും ചെയ്യുകയും സംസാരിക്കുകയും അല്ലേ ഒക്കെ ചെയ്തു. ആൻഡ് ലവ് അല്ലേ, അപ്പോൾ ദേ ഗോട്ട് ഇനഫ് ടൈം ഫോർ ലവ് മേക്കിംഗ് അല്ലേ, അതിനുള്ള സമയം കിട്ടി. ആൻഡ് ദേ കുഡ് മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതേഴ്സ്, മറ്റുള്ളവരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കാനും ഒക്കെ ആയിട്ട് സമയമെടുത്തു. പ്ലേ, ഇഷ്ടംപോലെ കളിക്കാം അല്ലേ. ആൻഡ് ലേണിംഗ്, അത് ഒഴിവാക്കുന്നില്ല അല്ലേ, ലേണിംഗ്, അതിനാണല്ലോ പ്രധാനമായും നമ്മൾ സ്കൂളിൽ പോകുന്നത് അല്ലേ. അപ്പോൾ സ്കൂൾ എന്ന് പറയുന്നത് അല്ലേ എന്തൊക്കെയുള്ള സ്ഥലമാണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു. അവിടെ നമ്മളെ ജീവിതമാകുന്ന ആർട്ട് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ, ആരോഗ്യം നന്നാകാനുള്ള സ്പോർട്സും ഗെയിംസും ഒക്കെ ഇവിടെ ഉണ്ട്, നിറച്ച് എൻ്റർടൈൻമെൻ്റ് ഉണ്ട് അല്ലേ. നമുക്ക് അതുകൊണ്ട് സ്കൂളിനെ അവന് ഇഷ്ടപ്പെട്ടു ഇല്ലെന്ന് ഇപ്പോൾ ഒരു ചോദ്യം വന്നാൽ ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും. കാരണം മനസ്സിലായില്ല, സ്കൂൾ അവൻ വിചാരിച്ചതല്ല അല്ലേ. സോ ദി സ്കൂൾ വാസ് നോട്ട് വാട്ട് ഹി ഹാഡ് തോട്ട് ഓഫ് ഇറ്റ്. ഇറ്റ് വാസ് ദി ജസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ഇറ്റ് അല്ലേ. അതിന് നേരെ വിപരീതമായിരുന്നു നമ്മൾ കണ്ടത് അല്ലേ, ഇവിടെ കണ്ടത്. നമുക്ക് അതുകൊണ്ട് അവൻ സ്കൂൾ ഇഷ്ടപ്പെട്ടു എന്ന് ഉറപ്പാണ് അല്ലേ. അപ്പോൾ ലേണിംഗ് ഉണ്ട്. അപ്പോൾ സാധാരണ പുതിയ എഡ്യൂക്കേഷനെ ഇങ്ങനെ വിളിക്കാറുണ്ട്, എഡ്യൂറ്റെയിൻമെൻറ്റ്, മനസ്സിലായില്ലേ. എഡ്യൂആണ്, എഡ്യൂറ്റെയിൻമെൻറ്റ്, എഡ്യൂക്കേഷൻ പ്ലസ് എൻ്റർടൈൻമെൻറ്റ് അല്ലേ, ഇതെല്ലാം ഇവിടെ ഉണ്ട്, മനസ്സിലായാലോ. അവൻ സ്കൂളിനെ ഇഷ്ടപ്പെട്ടു. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട. നമുക്ക് ഈ വീഡിയോ സ്ഥിരം കാണുന്ന ആളിന് ഈ പാഠം തീർന്ന അടുത്ത 1-2 വീഡിയോസ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൻ്റെ ഡിസ്കഷനാണ്, നിങ്ങൾ കാണാതെ പഠിക്കേണ്ടി വരില്ല, ഉറപ്പ്, മനസ്സിലായല്ലോ. സോ if you found it useful, don't forget to like, subscribe, comment and share. Yes.